എല്ലാ ദേവന്മാരെയും വിളിച്ച് കൗസല്യാദേവി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ദൈവങ്ങളെ അവനെ രക്ഷിക്കുക. ശ്രീരാമചന്ദ്രനെ പോകാൻ അനുവദിക്കുന്നു. ലക്ഷ്മണൻ ജ്യേഷ്ഠനെ വന്ദിച്ച് പറയുന്നു, ശ്രീരാമപാദ സേവനത്തിനു വേണ്ടി അനുവദിക്കണമെന്ന്. ശ്രീരാമൻ തൻ്റെ കൂടെ പോന്നുകൊള്ളാൻ ലക്ഷ്മണനെ അനുവദിക്കുന്നു. വൈദേഹിയെ കാണാൻ ചെന്നപ്പോൾ സന്തോഷത്തോടെ എഴുന്നേറ്റു നിന്ന ദേവി കാഞ്ചന പാത്രത്തിൽ ജലം കൊണ്ടുവന്ന് തൃക്കാൽ കഴുകുന്നു. സാദരം സീതാദേവി പറയുന്നു, യുവരാജാവിൻ്റെ എഴുന്നള്ളത്തായി എന്നു തോന്നുകയില്ല ഭർത്താവിൻ്റെ വരവ് കണ്ടാൽ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരിമുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയ കാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്തിച്ചുതൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരികൻ നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോ. ത്വൽപാദസേവാർത്ഥമായിന്നടിയനു ഇപ്പോൾ വഴിയെ വിട കൊള്ളുവാൻ എന്നുമേ മോദാൽ അതിനായനുവദിച്ചിടണം. സീതാപദേ രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലായിൽ ഏണാംഗതുല്യ വദന രഘുപദേ. എങ്കിൽ നീ പോന്നു കൊണ്ടാലും എന്നാദരാൽ പങ്കജാലോചനൻ താനുമരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതം ഉത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദ ചാരേണ വന്നതു മെന്തു കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും
താളവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയ ദന്തയോ